28 ഏക്കർ ഫോറസ്റ്റ് ലാൻഡ് ഏറ്റെടുത്തുകൊണ്ട് പകരം 28 ഏക്കർ റവന്യൂ ഭൂമി നൂൽപ്പുഴയിൽ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര വനം വകുപ്പിൻ്റെ പെർമിഷൻ വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മറ്റ് നടപടികൾ ആരംഭിക്കും. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ക്ലിയറാണ്. ഞങ്ങൾക്ക് തന്ന 28 ഏക്കർ ഞങ്ങൾക്ക് വനഭൂമി നൽകിയാൽ 28 ഏക്കർ പകരം റവന്യൂ ഭൂമി ഫോറസ്റ്റ് നിയമങ്ങൾ ഏൽപ്പിക്കും. ആ പെർമിഷൻ കേന്ദ്രത്തിന് നൽകണം. കഴിയുന്ന അടുത്ത് ഈ അസംബ്ലി ഒന്ന് കഴിഞ്ഞാൽ DME-നെ തന്നെ ഡൽഹിക്ക് അയച്ച് കേന്ദ്ര വനം മന്ത്രാലയത്തിൻ്റെ പെർമിഷൻ വാങ്ങാൻ ശ്രമിക്കും. ജനങ്ങൾക്കൊരു ആശങ്കയുണ്ട് ഇപ്പോൾ നിലവിൽ. എന്താണ് ആശങ്ക? അല്ല, മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും കൂടാതെ അങ്ങ് പ്രഖ്യാപിച്ചിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ഭാരം മുഴുവൻ ഞങ്ങൾക്കാണ്. പിന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. MLA അക്കാര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ട്. MP ശ്രീ പ്രിയങ്ക ഗാന്ധി 2 തവണ ഈ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് കമ്മിറ്റഡാണ്. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാരാണ് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഒരു മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. അപ്പോൾ ആ ഭാരം മുഴുവൻ ഞങ്ങളുടെ തലയിലാണ്. പക്ഷേ ഞങ്ങളത് അനുസരിച്ച് മുന്നോട്ട് പോകും. താങ്ക് യു.